ഞങ്ങൾ ആ സർപ്രൈസ് പൊട്ടിക്കുകയാണ്. മലയാളത്തിലെ വാനം പാടിക്കുന്ന 61ാം പിറന്നാൾ പേര് പറയണ്ടല്ലോ ചിത്ര ചേച്ചിക്ക്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി വന്നത്. പ്രേക്ഷകർക്കും സർപ്രൈസ്, പ്രേക്ഷകർക്കും ഒരുമിച്ച് ഇപ്പോൾ കേൾക്കാം. ചിത്ര ചേച്ചി ടെലിഫോൺ ലൈനിലുണ്ട്. ചിത്ര ചേച്ചി കേൾക്കാമോ? കേൾക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു ഡിയർ ചിത്ര ചേച്ചി. വളരെ സന്തോഷം ചേച്ചി, രാവിലെ ചേച്ചിക്ക് ആശംസകൾ അർപ്പിക്കാൻ കഴിയുന്നതിൽ വളരെ വളരെ സന്തോഷം. ഞങ്ങൾ ബ്ലസ്ഡ് ആണ് സത്യത്തിൽ. ചേച്ചിയോട് എന്താണ് ഇന്നത്തെ പരിപാടികളെന്ന് ചോദിക്കണ്ടല്ലോ. ക്ഷേത്ര ദർശനമെങ്കിലും. ചേച്ചി ചെന്നൈയിലാണല്ലേ? അല്ലല്ല, ചെന്നൈയിലല്ല. ഞാൻ പിന്നെ ഇവിടെ ഒരു ആയുർവേദ ട്രീറ്റ്മെന്റിന് വന്നിരിക്കുകയാണ്. റിജുവനേഷൻ. കർക്കിടക മാസം കൊണ്ട് തന്നെ. അപ്പൊ ഇന്ന് ചേച്ചി മറ്റു പരിപാടികളൊന്നുമില്ല, ആഘോഷം ഒന്നുമില്ല. അല്ലെങ്കിൽ ആഘോഷമൊന്നുമില്ല. ഞങ്ങളാണ് ആഘോഷിക്കുന്നത്. ഞങ്ങൾക്ക് ആഘോഷമുണ്ട്. റേഡിയോയും ടിവിയും നിങ്ങളൊക്കെയാണ് ആഘോഷിക്കുന്നത്, എനിക്കൊന്നുമില്ല. ഞങ്ങൾ ആഘോഷിക്കും തീർച്ചയായും. ഞങ്ങളുടെ അഹങ്കാരമാണ് ചേച്ചി, അതുകൊണ്ട് ഞങ്ങൾ എന്തായാലും ആഘോഷിക്കും. ഞങ്ങൾ ഈ ദിവസം മുഴുവൻ, ഞങ്ങൾ മാത്രമല്ല പ്രേക്ഷകർ ഒന്നാകെ രാവിലെ തന്നെ ജനം ടിവിയുടെ പ്രേക്ഷകരൊക്കെ കമന്റ് ബോക്സിൽ വന്നിട്ട് ചേച്ചിക്ക് ഇന്നത്തെ ഒരു ജന്മദിന ആശംസ. ചിത്ര ചേച്ചി എപ്പോ വരും എന്ന് ചോദിച്ച് ഞങ്ങളുടെ പ്രേക്ഷകർ കയറ് പൊട്ടിക്കുന്നുണ്ടായിരുന്നു. ചേച്ചി കഴിഞ്ഞ പിറന്നാള് വളരെ വിപുലമായിട്ട് എല്ലാവരും ആഘോഷിച്ചു. ചേച്ചിക്ക് ഓർമ്മയുണ്ടല്ലോ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു വർഷം എങ്ങനെയായിരുന്നു ചേച്ചിയുടെ ഒരു വർഷം? ബിസി ആയിട്ട് പോയി എന്ന് പറയുന്നതാണ് വാസ്തവം. സത്യം പറഞ്ഞാല് അത് കഴിഞ്ഞ് ഞാൻ കുറച്ച് യാത്രകൾ ഉണ്ടായിരുന്നു, കുറച്ച് കോൺസേർട്സ് ചെയ്യുന്നുണ്ടായിരുന്നു, റിയാലിറ്റി ഷൂട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടെ നല്ലൊരു തിരക്ക് പിടിച്ചൊരു വർഷം തന്നെയായിരുന്നു. ഒരു വർഷം ഇപ്പോഴെന്റെ 60 കഴിഞ്ഞതെന്നുള്ളൊരു ഫീലിംഗ് ആണ് എനിക്ക്. ഇത്ര പെട്ടെന്ന് ഒരു വർഷം പോയി എന്നുള്ളത് ക്ഷമയ്യ. അത് ചിത്ര ചേച്ചി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിത്ര ചേച്ചിയുടെ പാട്ടുകളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. എങ്കിൽ ആദ്യം തന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ചിത്ര ചേച്ചി എന്ന ആർക്കിടെക്ട് ആർക്കും അറിയാത്തൊരു കാര്യമാണ്. ഞങ്ങൾ വെളിപ്പെടുത്തുവാണ്. അത്രയും വലിയൊരു ആർക്കിടെക്റ്റ് ആണ് എന്ന് ഞങ്ങൾക്കറിയാം. അതിലോട്ട് വന്നൊരു വഴിയും കൂടെ ആദ്യം തന്നെ പറയണം. അതിന് പ്രത്യേകിച്ചൊരു റീസൺ ഒന്നുമില്ല. എനിക്ക് പല വീടുകൾ കാണുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട വീട് കാണുമ്പോൾ തിരിച്ച് ഞാൻ എന്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എന്റെ രീതിയിൽ എങ്ങനെ വേണമെന്ന് ഞാൻ അതൊരു ചുമ്മാ ഒരു രസം. അതിൽ കണക്കൊന്നുമില്ല. അത് സയന്റിഫിക് ആയിട്ടും അല്ല ചെയ്യുന്നത്. വെറുതെ ഒരു ഐഡിയ മാത്രം, അത്രേ ഉള്ളൂ. എന്റെ അമ്മ സ്കൂളിൽ പഠിക്കുമ്പോ കിട്ടിയെന്ന് ചോദിച്ചാല് അത് കൃത്യമായിട്ട് എനിക്ക് പറയാറില്ല. പിന്നെ എന്റെ ഹസ്ബൻഡിന്റെ അച്ഛൻ, വിജയചേട്ടന്റെ അച്ഛൻ അതുപോലെ സിവിൽ എഞ്ചിനീയർ ആയിരുന്നു. അപ്പൊ അച്ഛൻ ഇതുപോലെ വരയ്ക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ അതും ഒരു റീസൺ എന്ന് പറയാം. എന്റെ അമ്മ സ്കൂളിൽ പഠിക്കുമ്പോ ചിത്ര ചേച്ചിയുടെ അമ്മ ആ സ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ അമ്മ എപ്പോഴും പറയുമായിരുന്നു, അന്നത്തെ ആ വലിയ കണ്ണുള്ള ആ ചെറിയ കുട്ടി, ഇങ്ങനെ ഓടിച്ചാടി നടക്കുന്ന കുട്ടി, ആ കുട്ടി എനിക്കിപ്പോഴും ചിത്ര 60 വയസ്സെന്നൊക്കെ ആഘോഷിക്കുന്നവരും എനിക്കിപ്പോഴും ആ കുട്ടിയാണ് എന്റെ മനസ്സിലുള്ളത് എന്ന് പറയാൻ. എന്റെ കണ്ണ് ചെറിയ കണ്ണുള്ള ചെറിയ കുട്ടിയെന്നായിരിക്കും പറഞ്ഞത്. പക്ഷെ ചിരിയും ചിത്ര ചേച്ചിക്ക് അന്നേ ആ ചിരിയുണ്ട് എന്ന് പറയാറുണ്ട്. വലിയ ഒരു ഇങ്ങനെ ചിരിക്കുക എന്ന് പറയുന്ന ഒരു ശ്രദ്ധിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ആ സമയത്തെ. പക്ഷെ ചിത്ര ചേച്ചിയെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ സമയത്ത് ചിത്ര ചേച്ചിക്ക് നല്ല കുസൃതി ഉണ്ടായിരുന്നു എന്നൊക്കെ. കുസൃതി ഉണ്ടായിരുന്നു. ഈ എപ്പോഴും ചിരിക്കുന്നതിന് അമ്മയുടെ എപ്പോഴും വഴക്കം കിട്ടുമായിരുന്നു. അതൊക്കെ ഈ അടുത്ത കാലത്താണ്. പക്ഷെ എങ്കിലും ചേച്ചി പാട്ടുകളോടൊപ്പമുള്ള യാത്ര ഇങ്ങനെ തുടരുന്നു. അപ്പൊ ഇന്ന് ചേച്ചി രാവിലെ എണീറ്റപ്പോൾ, അല്ലെങ്കിൽ ഒരു പക്ഷെ ഇനി ആദ്യം ചേച്ചിയുടെ മനസ്സിലേക്ക് വന്ന, ആദ്യം ചേച്ചിയുടെ ചുണ്ടുകളിൽ വന്ന പാട്ട് ഏതാണ്? അതായിരിക്കും ചേച്ചിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗാനം. അങ്ങനെയില്ല കേട്ടോ, അങ്ങനെയില്ല. പല പാട്ടുകളും വരും എന്നുള്ളതാണ്. ഇപ്പൊ ഇവിടെ ഇപ്പം ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് അങ്ങനെ പ്രത്യേകിച്ചൊന്നും എനിക്ക് ഓർമ്മ വരുന്നില്ല. ചേച്ചി ഇന്നൊന്നും മൂളിയില്ല. 2 വരി മൂളി കേൾക്കാനാണ് ഈ പറയണമെന്ന് എനിക്ക് മനസ്സിലായി. ജസ്റ്റ് 2 വരി പറയാം. അതെങ്ങനെ ചേച്ചിയോട് ഡയറക്റ്റായിട്ട് ചോദിക്കുമെന്ന് വിഷമിച്ചിരിക്കുകയായിരുന്നു. ചേച്ചി പ്ലീസ്. കാണാതെ വയ്യന്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യനിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. അയ്യോ, ഞങ്ങള് ധന്യമായി. ഇനി വളരെ വളരെ ഇനി
ഇനി ചേച്ചിയുടെ പാട്ടുകൾ കേട്ടുകൊണ്ടേയിരിക്കണം തീർച്ചയായും. ചേച്ചി, ഞാൻ സംഗീതം വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്, പക്ഷെ ഒരു വരി പോലും മൂളാൻ കഴിയാത്ത ഒരാളുമാണ്. എങ്കിലും ആരും കേൾക്കാതെ ഞാൻ മൂളാറുണ്ട്, അത് വേറെ കാര്യം. ചേച്ചിക്ക് ബേബി എന്നൊരു പേരുണ്ടോ? 61-ാം വയസ്സിൽ ബേബി ആയിരിക്കും മാത്രം വിളിക്കുന്നത്. എന്റെ രാവിലെ ഇപ്പം എന്റെ ചേച്ചിയുടെ മെസ്സേജ് ഹാപ്പി ബർത്ത്ഡേ ബേബി എന്ന് പറഞ്ഞ് എന്നെ വന്നത്. അതും ഒരു വലിയ സന്തോഷമാണല്ലേ ചേച്ചി? ചേച്ചി മാത്രമേ വിളിക്കാറുള്ളൂ ബേബിന്ന്. കുഞ്ഞിലെ ഞാൻ ജനിച്ച സമയത്ത് മമ്മി ബേബി എന്ന് പറഞ്ഞു കൊടുത്തത് അങ്ങനെ അത് ബേബിയായി. ബാക്കി എല്ലാവരും എനിക്ക് തോന്നുന്നു ചിത്ര ചേച്ചി എന്ന് വിളിക്കുമ്പോൾ ബേബി എന്നുള്ള പേര് ഒളിച്ചു വെച്ചേക്കുവായിരുന്നു, പക്ഷെ ഞങ്ങൾ കണ്ടുപിടിച്ചു. ഒരുപക്ഷെ ദാസേട്ടനൊഴികെ ബാക്കി എല്ലാവരും ചിത്ര ചേച്ചി എന്നായിരിക്കും വിളിക്കുന്നത്. അതുപോലെ ചിത്ര ചേച്ചി എന്തെങ്കിലും കാണുമ്പോൾ അല്ലെങ്കിൽ സംസാരിക്കുമ്പോൾ ചോദിക്കാൻ വെച്ചിരുന്നൊരു ചോദ്യമാണ്. ദാസേട്ടൻ ഉൾപ്പെടെ ഈ ശബ്ദ വ്യത്യാസം വരുത്തി പാടാറുണ്ട്. വൃദ്ധന്റെ ശബ്ദത്തിലും കൊച്ചുകുട്ടിയുടെ ശബ്ദത്തിലും, അതെ, കഥാപാത്രങ്ങൾക്ക് അനുയോജ്യമായി. ചിത്ര ചേച്ചി അത്തരത്തിലുള്ള പാട്ടുകൾ പാടിയിട്ടുണ്ടോ? അതുമായിട്ട് ബന്ധപ്പെട്ട് രസകരമായ ചില ഓർമ്മകൾ നമ്മോടൊപ്പം പങ്കുവയ്ക്കാനുണ്ടാകും. അല്ല, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഈ പല സിനിമകൾക്കും ഇപ്പം മറ്റേ ബാംഗ്ലൂർ നോർത്ത് സിനിമ വന്നില്ലേ, നമ്പർ 20 അതല്ല, മദ്രാസ് മെയിലല്ല, ബാംഗ്ലൂർ നോർത്ത് ഫാസിൽ സാറിന്റെ സിനിമയുടെ തുടക്കത്തിൽ അത് മറന്നുപോയി. അപ്പൊ ആ ഫിലിമിനകത്ത് പിന്നെ സുകുമാരി അമ്മയ്ക്ക് വേണ്ടി, കൽപ്പനയ്ക്ക് വേണ്ടി, പിന്നെ മീര ആ ഫിലിമിലത്തെ ഹീറോയിന് വേണ്ടി, ഇവർക്ക് 3 ക്യാരക്ടേഴ്സിന് വേണ്ടിയിട്ട് ശബ്ദം ഓരോന്നും ഡിഫറെന്റ് സ്റ്റൈലില് പാടാൻ അന്ന് പറഞ്ഞന്ന് അങ്ങനെ 3 സ്റ്റൈലില് പാടിയിട്ടുണ്ടായിരുന്നു ജെറി മാസ്റ്ററിന്റെ മ്യൂസിക്കില്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു എൻ്റെ നന്ദന വൃന്ദാവനത്തിൽ ആ ഭാഗം ചേച്ചി ആ പാട്ട് പാടുമ്പോൾ അവിടെ മുതൽ ഞാൻ കരഞ്ഞു തുടങ്ങും. ആ ഒരു വരി മുതലാണ് നമുക്ക് പിടിച്ചാ കിട്ടാതെ അങ്ങ് പോകുന്നത്. അതിൻ്റെ അവസാനം ഒരു തേങ്ങൽ, ഞാൻ എപ്പോഴും അതിശയത്തോടെ കാണുന്നത് എന്താണെന്നറിയാമോ? ചേച്ചിയുടെ മുഖത്തൊരു ചിരി ഉണ്ടാവും, ചിരിച്ചുകൊണ്ടാണ് തേങ്ങുന്നത്. ആ തേങ്ങൽ കഴിഞ്ഞ ശേഷമാണ്. ചേച്ചി ട്രീറ്റ്മെന്റിലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അധിക സമയം ചേച്ചിയുടെ തീർച്ചയായും എടുക്കുന്നില്ല. ഏതായാലും ഞങ്ങൾക്ക് രാവിലെ ചേച്ചിയെ കിട്ടിയതിൽ വളരെ സന്തോഷം. ഞങ്ങളുടെ പ്രേക്ഷകർക്കും വളരെ സന്തോഷം. ബ്ലസ്ഡ് ആണ് ഞങ്ങൾ. ചേച്ചിക്ക് എല്ലാവിധ ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. എല്ലാ പ്രേക്ഷകർക്കും ഒരുപാട് ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം എന്നും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. വളരെ നന്ദി ചേച്ചി, വളരെ താങ്ക് യു സോ മച്ച്. ഒരുപക്ഷെ ചിത്ര ചേച്ചി ആ ട്രീറ്റ്മെൻറ്റിലാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്, ഈ കർക്കിടക മാസം കൂടിയാണല്ലോ, ട്രീറ്റ്മെൻറ്റിലാണെന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പെട്ടെന്ന് ചേച്ചിയെ വിട്ടതില്ലെങ്കിൽ ഒരുപാട് അതെ പാട്ടുകൾ കേൾക്കാൻ, അല്ലേ? പാട്ടുകൾ കേൾക്കാമായിരുന്നു. പാട്ട് കേൾക്കണമെന്നില്ല, ചിത്ര ചേച്ചിയുടെ ആ ശബ്ദം കേട്ടാൽ തന്നെ നമ്മളെല്ലാവരും രാവിലെ ഇത്രത്തോളം സംഗീതമാണ് ആ ശബ്ദത്തില്.